ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോളിക്കുലാർ കാർസിനോമ ഓഫ് തൈറോയിഡ് ആണ്. അപ്പം ഇന്നലെ നമ്മൾ മെഡുലറി കാർസിനോമ തൈറോയിഡ് പറഞ്ഞിരുന്നു. അപ്പം അതില് നമ്മൾ ഇന്നലെ പാപ്പിലറി കാർസിനോമ തൈറോയിഡ് ആണ് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് മാലിഗ്നന്റ് ആയിട്ടുള്ള അപ്പൊ മാലിഗ്നന്റ് ആയിട്ടുള്ള തൈറോയിഡ് കാർസിനോമാസ് നമ്മൾ ത്രീ ടൈപ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ഫോളിക്കുലാർ സെൽസിൽ നിന്ന് അറൈവ് ചെയ്യുന്നത്, പിന്നെ പാരാഫോളിക്കുലാർ സെൽസ് സി സെൽസ് നിന്ന് അറൈവ് ചെയ്യുന്നത്, പിന്നെ ലിംഫോസൈറ്റ്സ് നിന്ന് അറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫോളിക്കുലാർ സെൽസിൽ നിന്ന് അറൈവ് ചെയ്യുന്നത് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡ് കാർസിനോമ, പിന്നെ അനാപ്ലാസ്റ്റിക് ആയിട്ടുള്ള തൈറോയിഡ് കാർസിനോമാസ് ഉണ്ട്. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടാണ് ഈ തൈറോയിഡ് കാർസിനോമയും ഫോളിക്കുലാർ തൈറോയിഡ് കാർസിനോമയും. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കട്ടാവുന്നുണ്ട് ചെറുതായിട്ട്. ഹലോ, ഇപ്പൊ കേൾക്കാം. ഓക്കെ, എന്റെ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മൾ മാലിഗ്നന്റ് ആയിട്ടുള്ള തൈറോയിഡ് കാർസിനോമാസ് ത്രീ ടൈപ്സ് ആണ് പറഞ്ഞത്. ഫോളിക്കുലാർ സെൽസ് നിന്ന് അറൈവ് ചെയ്യുന്നത്, പിന്നെ പാരാഫോളിക്കുലാർ സി സെൽസ് നിന്ന് അറൈവ് ചെയ്യുന്നത്, പിന്നെ ലിംഫോസൈറ്റ്സ് നിന്ന് അറൈവ് ചെയ്യുന്നത്. അപ്പൊ ഫോളിക്കുലാർ സെൽസ് നിന്ന് അറൈവ് ചെയ്യുന്നത് രണ്ട് ടൈപ്പാണ്, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കാർസിനോമസും അനാപ്ലാസ്റ്റിക് ആയിട്ടുള്ളതും. ഇപ്പൊ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള തൈറോയിഡ് കാർസിനോമ എന്ന് തന്നെ അത് രണ്ട് തരത്തില്, പാപ്പിലറി തൈറോയിഡ് കാർസിനോമ ഇന്നലെ ഡിസ്കസ് ചെയ്തതും, ഇപ്പം പിന്നെ രണ്ടാമത് ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമ. പിന്നെ ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമയുടെ വേറൊരു വേരിയന്റ് ആയിട്ട് ഹട്ടിൽ സെൽ കാർസിനോമ എന്നും വേറൊന്നും ഉണ്ട്. അപ്പം പാരാഫോളിക്കുലർ സെൽസിന്റെയാണ് മെഡുലറി കാർസിനോമ, പിന്നെ ലിംഫോസൈറ്റ്സിന് നമുക്ക് ലിംഫോമാസ് ഒക്കെ അറൈവ് ചെയ്യുന്നു. അപ്പം ഫോളിക്കുലാർ സെൽസിൽ നിന്ന് അറൈവ് ചെയ്യുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസ് ആണ് ഡിഫറൻഷിയേറ്റഡ് തൈറോയിഡ് കാർസിനോമാസിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഇന്നലെ പഠിച്ചു പാരാഫോളിക്കുലർ പാപ്പിലറി തൈറോയിഡ് കാർസിനോമാസ് നമ്മൾ ഇന്നലെ ലിംഫ് നോഡ്സ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അത് സ്പ്രെഡ് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ്, ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ് ഇതിനുള്ളത്. അപ്പം നമുക്ക് ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമാസിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താ പറയാ, സെക്കൻഡ് മോസ്റ്റ് കോമൺ ട്യൂമർ ആണ്, തൈറോയിഡ് ട്യൂമേഴ്സിൽ ഒന്നാണ് ഈ പറഞ്ഞ ഫോളിക്കുലാർ തൈറോയിഡ് കാർസിനോമ. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 40 to 60 years ആണ്. നമ്മൾ ഇന്നലെ പാപ്പിലറി തൈറോയിഡ് കാർസിനോമ കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് പറഞ്ഞത്, 20 to 40 ഏജ് ആണ് പറഞ്ഞത്. ഇത് 20 to 40 അവിടെയാണ്, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ എൽഡർലി വരുമ്പോഴത്തേക്കിനും 40 to 60 years വരും. അവിടത്തെ പോലെ തന്നെ ഫീമെയിൽ പ്രിഡോമിനൻസ് ആണ്, 3:1 റേഷ്യോയിൽ വരും. പിന്നുള്ളത് ഇതിന്റെ എറ്റിയോളജി എന്ന് പറയുന്നത് ചിലപ്പം അൺനോൺ റീസൺ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് മൾട്ടിനോഡുലർ ഗോയിറ്റർ, അത് കാരണം വരാം. മൾട്ടിനോഡുലർ ഗോയിറ്റർ ആവാം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ജനറ്റിക് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും റാസ് മ്യൂട്ടേഷൻ ആണ്, RAS ജീനിന്റെ പോയിന്റ് മ്യൂട്ടേഷൻ ആണ് വേറൊരു കാര്യമായിട്ട് പറയുന്നത്. ഇത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും ഈ റാസ് മ്യൂട്ടേഷൻ കാരണമാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു ജീനാണ് PAC8 ആൻഡ് PPRA ഗാമ1 ജീൻ റീഅറേഞ്ച്മെന്റ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫോളിക്കുലാർ തൈറോയിഡ് കാർസിനോമ ഉണ്ട്. പിന്നെ അയഡിന്റെ കാര്യവും, അയഡിൻ നമ്മൾ ഇന്നലെ പറഞ്ഞു, അയഡിൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ഇത് കാണുന്നുണ്ടെന്ന്. പിന്നെ റെയർലി ആണ് ഈ റേഡിയേഷൻ അസോസിയേറ്റഡ് ആയിട്ട് ഉള്ളത് പറയുന്നത്. പക്ഷെ ഇന്നലെ പാപ്പിലറി തൈറോയിഡ് കാർസിനോമ അതിന്റെ കൂടുതലായിട്ടും അത് റേഡിയേഷൻ അസോസിയേറ്റഡ് ആയിരിക്കും. പക്ഷെ ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമ റെയർലി റേഡിയേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സ്പ്രെഡ്.
ഇനി ഇതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു ഹെമറ്റോജീനസ് ആയിട്ടാണ് സ്പ്രെഡ് ആണ്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഫോളിക്കുലാർ തൈറോയ്ഡ് കാർസിനോമ എന്തുകൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ക്യാപ്സുലാർ ഇൻവേഷനും ആൻജിയോ ഇൻവേഷനും ഉണ്ട്. ഇത് വെസൽസിനെയും ഇൻവേഡ് ചെയ്യും, അതേപോലെ തന്നെ ക്യാപ്സ്യൂളിനെ ഇൻവേഡ് ചെയ്യും. ഈ കാര്യം മറക്കേ ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്യാപ്സുലാർ ഇൻവേഷനും ആൻജിയോ ഇൻവേഷനും ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ്. ഇത് ക്യാപ്സ്യൂളിനെയും അതേപോലെ തന്നെ വെസൽസിനെയും ഇൻവേഡ് ചെയ്യുന്നു. ഇതിന്റെ മെറ്റ്സ് പോകുന്നത് കൂടുതലും ബോൺസിലോട്ടും പിന്നെ ലങ്സ്, റയർലി ബാക്കിയുള്ള ലിവർ കിഡ്നി അങ്ങോട്ടൊക്കെ റയർ ആയിരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് ബോൺസും ലങ്സും ആണ്. ബോൺസിൽ കൂടുതലായിട്ടും എന്താ പറയാ നമ്മുടെ സ്കൾ ബോൺസ് ആയിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. അതെന്താ ബോൺസിന്റെ സെക്കൻഡറീസ് ഒക്കെ മിക്കവാറും ഫ്രോണ്ടൽ ബോണിലായിരിക്കും ഇവർക്ക് കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഏരിയസിലൊക്കെ ഈ കാണുന്നത് ഇതിന്റെ മെറ്റ്സ് ഫ്രോണ്ടൽ ബോണിലോട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, ബോൺസിന്റെ കാര്യം പറയാം. ഹലോ ഇതിന്റെ ബോൺസ് സെക്കൻഡറീസിലോട്ട് ബോൺ സെക്കൻഡറീസ് അപ്പം സ്കളിലോട്ട് കൂടുതലായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് അത് കാണുമ്പം എന്താ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്താം. എന്ന് വെച്ചാൽ ലോങ് ബോൺസ് ആവാം, റിബ്സും സ്കൾസും ഒക്കെ എത്താം. അപ്പം ഇത് നമുക്ക് കാണുമ്പോഴത്തേക്കിനും നല്ല വാം വാസ്കുലർ ആയിട്ട് ലോക്കലൈസ്ഡ് നോൺ മൊബൈൽ പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് എന്ന് വെച്ചാൽ ഈ സ്കള്ളിൽ ഇപ്പം അത് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കള്ളിന്റെ രണ്ട് ഇതുണ്ടല്ലോ, എന്താ പറയാ ടേബിൾ ഉണ്ടല്ലോ, ഇത് രണ്ട് ടേബിൾസിനെയും അത് ഔട്ടർ ടേബിളിനെയും ഇന്നർ ടേബിളിനെയും സ്കള്ളിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും ഈ മോസ്റ്റ്ലി ഇവരുടെ പരിപാടി. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇത് പൾസേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഫോളിക്കുലാർ സെൽസ് അറൈസ് ചെയ്യണം. ഫോളിക്കുലാർ സെൽസിന്റെ അകത്ത് എന്താ ഉള്ളത്? കൊളോയിഡ് ആണുള്ളത്. ഓക്കെ, അപ്പം ഈ സെൽസ് ആണ് അവിടെ പോയിരിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് കൊളോയിഡ് ഉണ്ട്. അപ്പം ഈ കൊളോയിഡ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എന്താ ബ്രെയിൻ പൾസേഷൻസ് ഉണ്ടല്ലോ അതിന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും, സ്കാൽപ്പിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവർക്ക് നമുക്ക് പൾസേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? ബോൺ സെക്കൻഡറീസ് കൂടുതലായിട്ടും കോമൺ ആയിട്ടും സ്കള്ളിലാണ്, ഫ്രോണ്ടൽ ബോൺ ആണ് ചാൻസ് കൂടുതൽ. അല്ലാണ്ട് ലോങ് ബോൺസും റിബ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്കും വളരെ വാം വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ മൊബൈൽ പൾസറ്റൈൽ ആയിട്ടുള്ള ഒരു മാസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അതിന്റെ കാരണം അത് കൊളോയിഡ് അതിൻ്റെ അകത്തുണ്ട്. സോ അതിന്റെ ബ്രെയിനിലുള്ള പൾസേഷൻസ് ഇത് സ്കാൽപ്പിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ മെറ്റ്സ് ഒരു 10% എന്താ പറയാ ലിംഫ് നോഡ് മെറ്റാസിസ് സ്പ്രെഡ് അത് കാണിക്കാം. ഒരു 10% ചിലപ്പോൾ അത് കാണിക്കാം. ഓക്കെ, അതാണ് അതിന്റെ സ്പ്രെഡ്. മറക്കരുത്, ഹെറ്ററോജീനസ്, ക്യാപ്സുലാർ ഇൻവേഷൻ, ആൻജിയോ ഇൻവേഷൻ. ഓക്കെ, ഇനി അടുത്ത് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നെക്കിൽ ഒരു സ്വെല്ലിങ് കാണും, ഭയങ്കര ഫേമും ഹാർഡും ആയിട്ടുള്ള ഒരു നോഡ്യൂൾ ആയിരിക്കും. അതിന്റെ സൈസ് അനുസരിച്ചിട്ട് അത് ട്രക്കിയൽ കംപ്രഷൻ അല്ലെങ്കിൽ സ്ട്രൈഡർ ഒക്കെ ഉണ്ടാക്കാം. ഡിസ്ഫോണിയാസ്, പിന്നെ ഡിസ്നിയ, പിന്നെ ഹിമോപ്റ്റൈസിസ് ഒക്കെ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് വരാം. പിന്നെ ഹോസ്നെസ് ഓഫ് വോയിസ്, അത് നമ്മുടെ ലാരിഞ്ചിയൽ നെർവിനെ അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അത് എത്ര എക്സ്റ്റെൻഡ് വരെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാരിഞ്ചിയൽ നെർവ്, റിക്കറന്റ് ലാരിഞ്ചിയൽ നെർവ് ഇൻവോൾവ്മെന്റ് ആവും. പിന്നെ ബെറി സൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് എന്താണ് നമ്മുടെ ബെറി സൈൻ എന്ന് വെച്ചാൽ എന്താ? ഹലോ, നമ്മുടെ ആബ്സെൻസ് കരോട്ടിഡ് പൾസേഷൻ നോക്കുമ്പോൾ ആബ്സെന്റ് ആയിരിക്കും. അപ്പം ഈ സംഭവം ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാലിഗ്നൻസി കരോട്ടിഡ് ഷീറ്റിലോട്ട് എന്താണ് അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ നോ കരോട്ടിഡ് പൾസേഷൻ. അപ്പം കെരോട്ടിഡ് പൾസേഷന്റെ ആബ്സെൻസ് ആണ് ഈ ബെറി സൈൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ബെറി സൈൻ പോസിറ്റീവ് ആയിരിക്കും ഈ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും. കെരോട്ടിഡ് ഷീറ്റിലോട്ട് ഈ മാലിഗ്നൻസി ഇൻഫിൽട്രേറ്റ് ചെയ്തു എന്നാണ്, അഡ്വാൻസ്ഡ് മാലിഗ്നൻസി ആണെന്നാണ് ബെറി സൈൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്കൻഡറീസ് ടു ദ ബോൺ, നമ്മളത് ഓൾറെഡി പറഞ്ഞു, വളരെ ഫെക്റ്റന്റ് ആയിരിക്കും, പൾസറ്റൈൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് കാണുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെന്താ, ഇതാണ്
ഒരു ഹാർഡ് നോഡ്യൂൾ ആയിരിക്കും, ഫോം ആയിട്ടുള്ള ഒരു ഹാർഡ് നോഡ്യൂൾ ആയിരിക്കും നെറ്റ് നോഡ്. പിന്നെന്താ, ഇത് നമ്മൾ കണ്ടോ, ഇത് പ്രൈമറി ആയിട്ട് അവർക്കുള്ളത്, പിന്നെ സ്കൾ ഫ്രോണ്ടൽ ബോണ്ട് സെക്കൻഡറീസ് വന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ബാക്കി എല്ലാ തൈറോയ്ഡ് കാർസിനോമസും നമ്മൾ FNAC ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഒരു എക്സെപ്ഷൻ പറഞ്ഞത് ഈ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയിലാണ്. എന്തുകൊണ്ട് നമുക്ക് FNACയിൽ റിലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. FNAC എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ FNAC എടുക്കുമ്പോഴത്തേക്കിനും എന്താ നമുക്ക് കിട്ടുന്നത്, 5 നീഡിൽ ആസ്പിറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സെൽസ് മാത്രമാണ് കിട്ടുന്നത്. ഈ സെൽസ് നമുക്ക് ഫോളിക്കുലർ സെൽസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഈ സെൽസ് ഫോളിക്കുലർ സെൽസ് കിട്ടുമ്പോഴത്തേക്കിനും ഇത് ഫോളിക്കുലർ അഡിനോമയാണോ അതോ ഫോളിക്കുലർ കാർസിനോമയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ് ഫോളിക്കുലർ അഡിനോമ. ഫോളിക്കുലർ അഡിനോമ നോക്കിയാലും നമുക്ക് കുറെ ഫോളിക്കുലർ സെൽസ് കാണാൻ പറ്റും. ഫോളിക്കുലർ കാർസിനോമ നോക്കിയാലും കുറെ ഫോളിക്കുലർ സെൽസും അതിന്റെ അടുത്ത് കൊളോയിഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നോക്ക്, ഇതും കുറെ ഇത് ഫോളിക്കുലർ കാർസിനോമയാണ്. ഫോളിക്കുലർ അഡിനോമ നോക്കിയാലും കുറെ കൊളോയിഡ് ഫ്രൂട്ട്സ് കൊളോയിഡിലായിട്ട് നടക്കുന്ന ഫോളിക്കുലർ സെൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ FNAC നോക്കിക്കഴിഞ്ഞാൽ ഈ സെൽസേ കാണാൻ പറ്റുള്ളൂ. ഇത് ഫോളിക്കുലർ അഡിനോമയാണോ ഫോളിക്കുലർ കാർസിനോമയാണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ബയോപ്സി എടുത്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്താ പറയാ, നമ്മുടെ ക്യാപ്സുലാർ ഇൻവേഷനും ആംഗിൾ ഇൻവേഷനും, അതാണ് നമ്മൾ ബയോപ്സിയിൽ എടുത്ത് നോക്കി ഇതാണെന്ന് കൺഫേം ചെയ്യുന്നത്. ക്യാപ്സുലാർ ഇൻവേഷനും ആംഗിൾ ഇൻവേഷനും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയാണ്. അതിനുവേണ്ടി നമുക്ക് ബയോപ്സി തന്നെ വേണം. അതുകൊണ്ട് ഈ FNAC എടുത്തിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയിൽ FNAC ഒരു എക്സെപ്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രോസൺ സെക്ഷൻ ബയോപ്സി. ഫ്രോസൺ സെക്ഷൻ ബയോപ്സി എടുത്തു നോക്കുന്നത് എന്താ പറയാ, അത് എല്ലായിടത്തും ഒക്കെ നമുക്ക് എടുക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ആദ്യം നമുക്ക് ഇനീഷ്യലി ഒരു ഹെമി തൈറോയ്ഡക്ടമി ചെയ്യണം. എന്നിട്ട് അതിനെ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി ചെയ്തിട്ട് അതിൽ ഇതുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഫുള്ള് റിമൂവ് ചെയ്യണമെന്നുള്ള ബാക്കി തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഫ്രോസൺ സെക്ഷൻ ബയോപ്സി. പിന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങും ചെസ്റ്റ് എക്സ്റേയും CT സ്കാനും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി, ബോഡി സ്കാനൊക്കെ നമുക്ക് എന്താ ഇതിന്റെ സൈസും പറയാം, അൾട്രാസൗണ്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും അതിന്റെ നേച്ചറും സൈസും മാർജിനും ലൈക് വാസ്കുലാരിറ്റി ഉണ്ടോ, നോഡൽ സ്റ്റേജസ് എന്താണ്, ക്യാപ്സ്യൂളിനെ ഇൻവേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കുന്നത്. പിന്നെ MRI CT ഒക്കെ അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ എന്താണ് ഇതേപോലത്തെ ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും. പിന്നെ ടീന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ എന്താണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് T3 T4 TSH ഒക്കെ നമ്മൾ ലെവൽ ജസ്റ്റ് അറിയാനായിട്ട്. TSH പാപ്പുലറി തൈറോയിഡിൽ കൂടുതലായിട്ട് നിൽക്കും. പിന്നെ ബോഡി സ്കാൻ ഒക്കെ മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള വലിയ കാര്യമില്ല. ഇതിന്റെ മെയിൻ കാര്യം ഓർക്കേണ്ടത് ഫ്രോസൺ സെക്ഷൻ ബയോപ്സി നമ്മൾ നോക്കണം. ബയോപ്സി എടുക്കാണ്ട് നമുക്ക് ഈ സാധനം അതിൻ്റെ അകത്ത് ക്യാപ്സുലർ ഇൻവേഷനും ആൻജിയോ ഇൻവേഷനും അത് അറിയാണ്ട് നമുക്ക് ഈ സാധനം ഉറപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ക്രൂക്കറ്റ് ബയോപ്സി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്. കാരണം ലാരിഞ്ചൽ നെർവിന് ഇഞ്ചുറി വരുത്താം, അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാവാം, ഒരു ഇഞ്ചുറി വൈറ്റൽസിന് എന്തെങ്കിലും ട്രക്കിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഞ്ചുറി ഉണ്ടാവും എന്നുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ചെയ്യാറില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ്. പിന്നെന്താ, ഇത് CT എടുത്ത് നോക്കിയേക്കണേ, സ്കള്ളില് സെക്കൻഡറി വന്നിരിക്കുന്നതിന്റെ CT ആണ്. നമുക്ക് ആ എന്താ പറയാ, ആ രണ്ട് ടേബിൾസും സ്കള്ളിന്റെ ടേബിൾസിനെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് അത് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ഇത് അഡിനോമയുടെ കാര്യം പറഞ്ഞത്, ഈ എന്ന് വെച്ചാൽ അത് ക്യാപ്സ്യൂളിന്റെ ഏരിയ ആണ്. അപ്പം ഈ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള വെൽ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആണ് ഈ ഫോളിക്കുലർ അഡിനോമ എന്ന് പറയുന്നത്. അത് ക്യാപ്സ്യൂളിനെ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാപ്സ്യൂളിനെ ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോളിക്കുലർ കാർസിനോമ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോളിക്കുലർ കാർസിനോമയാണോ ഫോളിക്കുലർ അഡിനോമയാണോ എന്ന് ഈ രണ്ട് ട്യൂമറിനെ വെച്ചിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കുന്നത്. അപ്പം ഇത് എന്താ പറയാ, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ഇത് ഫുൾ ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹുക്ക് പോലെ നിൽക്കുന്ന കളർ. ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഹുക്ക് പോലെ ഇത് ഒരു ഹുക്ക് പോലെ ഇവിടെ ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
ക്യാപ്സുലാർ ഇൻവേഷൻ ആണ്. ഈ ഭാഗം ക്യാപ്സ്യൂൾ ആണ്. ഈ ക്യാപ്സ്യൂളിനെ ഇത് ഇങ്ങനെ വന്ന് ഇൻവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ക്യാപ്സ്യൂളിനെ അത് ഇൻവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ കണ്ടില്ലേ, ഫോളിക്കുലർ സെൽസ് കണ്ടില്ലേ? ഫോളിക്കുലർ സെൽസ് ട്യൂമർ സെൽസ് ആണ്. അത് വന്നിട്ട് അപ്പുറത്തെ ക്യാപ്സ്യൂളിനെ ഇൻവൈഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെന്താ, ഇത് വാസ്കുലർ ഇൻവേഷൻ ആണ് കാണിക്കുന്നത്. ഈ ഭാഗത്ത് വാസ്കുലർ ഇൻവേഷൻ ആണ് കാണിക്കുന്നത്, കണ്ടോ? പിന്നെ ട്രീറ്റ്മെന്റ് പറയുന്നത് ചാർജ് ഉണ്ടോ ഫോണില്? ഓക്കെ, ട്രീറ്റ്മെന്റ് ഉണ്ട്, സീനില്ല, കുഴപ്പമില്ല ഓടിക്കോളും. അപ്പം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ എന്താ ടോട്ടൽ തൈറോയിഡക്ടമി ആണ് പറയുന്നത്. അപ്പം ടോട്ടൽ തൈറോയിഡക്ടമി പിന്നെ ലിംഫ് നോഡിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. എന്താ സർവൈക്കൽ നോഡ്സ് ലെവൽ 6 കമ്പാർട്ട്മെന്റ് ഡിസെക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ലാറ്ററൽ സർവൈക്കൽ നോഡ്സോ അല്ലെങ്കിൽ എന്താ പറയാ റാഡിക്കൽ നെക്ക് ഡിസെക്ഷൻ ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. പാപ്പുലറി തൈറോയിഡിൽ പറഞ്ഞ പോലെയാണ് ഉള്ളൂ. പക്ഷെ ടോട്ടൽ തൈറോയിഡക്ടമി മനസ്സിൽ വെക്കാം. പിന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് കൊടുക്കും. ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് അയഡിൻ 131 നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഇത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് ഞാൻ എന്തോ ഒന്ന് വിട്ടുപോയല്ലോ, ഇല്ല വിട്ടില്ല. ഓക്കെ, ഓക്കെ, ഇല്ല വിട്ടില്ല. ഓക്കെ, ഇത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എന്തേലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡയറക്റ്റ് ഓപ്പറേഷന് ശേഷം നമ്മൾ കൊടുക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിൻ ആണ്. കാരണം എന്തേലും തൈറോയിഡ് മാസ് വേറെ എവിടെയെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താ ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ ടേക്കപ്പ് ചെയ്തിട്ട് അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിക്ക് ശേഷം തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കണം TSH കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്ന്. അത് പാപ്പുലറി തൈറോയിഡ് കാർസിനോമയിൽ പറഞ്ഞതാണ്. നമ്മൾ TSH കുറക്കാൻ വേണ്ടിയിട്ട് തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കണമെന്ന്, ലീവോ തൈറോക്സിൻ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കത്തില്ല. കാരണം നമ്മൾ ഇവിടെ എന്താ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് അയഡിൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ അയഡിൻ ടേക്കപ്പ് ചെയ്യണമെങ്കിൽ TSHന്റെ സഹായം വേണം. ഓക്കെ, TSH ഒരു അബൌട്ട് 30 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഈ അയഡിന് അങ്ങനെ ആ ടിഷ്യൂസ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂസിനെ ടേക്കപ്പ് ചെയ്യാനായിട്ട് ഈ TSHന്റെ ഇത് വേണം. അപ്പം നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ആ ഒരു TSHന്റെ സപ്രഷൻ ചെയ്യത്തില്ല. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കത്തില്ല. അതിനുശേഷം നമ്മൾ മെയിൻ്റെനൻസ് ഡോസ് തൈറോക്സിൻ അല്ലാണ്ട് മെയിൻ്റെനൻസ് ഡോസ് ആയിട്ട് 0.1 milligram once daily നമ്മൾ കൊടുക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് ടോട്ടൽ തൈറോയിഡക്ടമി ഒക്കെ ചെയ്യുന്നു. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് കാരണം നമ്മൾ എന്ത് കൊടുക്കത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കത്തില്ല. പിന്നെ മെയിൻ്റെനൻസ് ഡോസ് നമ്മൾ കൊടുക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺ ടേബിൾ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി. ഓൺ ടേബിൾ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, സാധനം എടുത്തിട്ട് നമ്മൾ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി ചെയ്ത് നോക്കിയിട്ട് പിന്നെ എന്താണ് അതിന്റെ റിസൾട്ട് വന്നിട്ട് ഇനി സർജറി ഫർദർ കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലും ഒരു കുറച്ച് എന്താ പറയാ, നമുക്ക് 50% നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ചിലപ്പോൾ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ, ഒരു ഹെമി തൈറോയിഡക്ടമി ചെയ്യാം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഒരു ഹെമി തൈറോയിഡക്ടമി ചെയ്യാം. വിത്തിൻ 1 വീക്കിനുള്ളിൽ റിസൾട്ട് എന്താ ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമ ആണെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ ബാക്കി സർജറി ചെയ്ത് അതിനെ എടുത്ത് കളയുക, ടോട്ടലായിട്ട് എടുത്ത് കളയുക. അല്ലെങ്കിൽ ഇപ്പം ബയോപ്സി റിസൾട്ട് ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് തൈറോയിഡക്ടമി ഒരു 6 to 12 വീക്സിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഈ ഓൺ ടേബിൾ ഫ്രോസൺ സെക്ഷൻ ബയോപ്സിയുടെ ഇടയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞു എന്താ, നമ്മൾ റേഡിയോ ആക്റ്റീവായിട്ടുള്ള നമ്മൾ ഇത് എപ്പം ഒരു റിക്കറൻസ് വന്നാലും ഇതേ തന്നെ ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പം നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അയഡിൻ 123 ആണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അയഡിൻ 131. ട്രീറ്റ്മെന്റിന് അയഡിൻ 131, സ്കാൻ ചെയ്യാൻ അയഡിൻ 123.
അപ്പം ഇതൊരു നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞ് 6 months അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റേഡിയോ ഐസോടോപ്പ് iodine-123 സ്കാൻ ചെയ്ത് നോക്കും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് തൈറോഗ്ലോബുലിൻ എസ്റ്റിമേഷൻ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, നോർമൽ 3 to 40 nanograms per ml. അത് ഗ്രോത്ത് 50 എബവ് ആണെങ്കിൽ അബ്നോർമൽ ആയിരിക്കും. കാരണം എന്തായാലും തൈറോയിഡിന്റെ എല്ലാ ടിഷ്യൂസും നമ്മൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും തൈറോഗ്ലോബുലിൻ എങ്ങും സെക്രീറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. സോ ഒരു എന്താ പറയാ, ഒരു സർജറി കഴിഞ്ഞൊരു പേഷ്യന്റിന് അത് ഉണ്ടാവാനേ പാടില്ല. തൈറോഗ്ലോബുലിൻ നമുക്ക് കിട്ടാനേ പാടില്ല. അപ്പം ഒരു ട്രേസ് എമൗണ്ട് പോലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ എവിടെയോ ഒരു മെറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബാക്കി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇതിന്റെ റിക്കറൻസ് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. സോ തൈറോഗ്ലോബുലിൻ എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു വളരെ ഗുഡ് ഫോളോ അപ്പിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തൈറോഗ്ലോബുലിൻ എസ്റ്റിമേഷൻ. അപ്പം പിന്നെ നമ്മൾ എന്താ ഒരു നെക്കിന്റെ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ സ്കാനിങ്ങോ ഒക്കെ എടുത്ത് നോക്കാം. പിന്നെ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിക്കറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? റിക്കറൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സെക്കൻഡറീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് അയോഡിൻ 131 ഡോസ് നമ്മൾ ഓറലി ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ മെയിൻ്റെനൻസ് ഡോസ് ആയിട്ട് പേഷ്യന്റിന് തൈറോക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹോർമോൺ കൊടുത്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരു 6 weeks പ്രയർ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, 6 weeks പ്രയർ ആയിട്ട് നമുക്ക് സാധനം സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് റേഡിയോ ആക്റ്റീവ് അയോഡിൻ 131 കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിനുവേണ്ടി നമുക്ക് TSH വേണം, മനസ്സിലായല്ലോ? ആ ഒരു ഇത് TSH വേണം, എന്നാലേ നമ്മുടെ എന്താ പറയാ ഈ റേഡിയോ ആക്റ്റീവ് അയോഡിൻ 131 എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ വെളിയിൽ നിന്ന് തൈറോക്സിൻ കൊടുക്കുമ്പോഴത്തേക്കും TSH അവിടെ സപ്രസ് ആവും. അഥവാ സാധനം ഉണ്ടെങ്കിൽ TSH അവിടെ സപ്രസ് ആവും. സോ അതിനുവേണ്ടി നമുക്കൊരു 6 weeks പ്രയർ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ഇത് കൊടുക്കാം, റീകോമ്പിനന്റ് ആയിട്ടുള്ള ഹ്യൂമൻ TSH എക്സോജീനസ് ആയിട്ട് നമുക്ക് അല്ലാണ്ട് കൊടുക്കാം. 0.9 milligrams റീകോമ്പിനന്റ് ഹ്യൂമൻ TSH കൊടുക്കാം. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കുട്ടിക്ക്. ഓക്കെ, പിന്നെ മെഡിക്കൽ തെറാപ്പിക്ക് ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമയിൽ യാതൊരു റോളും ഇല്ല. പക്ഷേ വേണമെങ്കിൽ എന്താ പറയാ തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് എന്താ സൊറാഫെനിബ് അല്ലെങ്കിൽ ആൽവാറ്റിനബ് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവർക്ക് എന്താ നല്ല രീതിക്കുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ അപ്പറ്റൈറ്റ്, വെയിറ്റ് ലോസ്, ഫറ്റീഗ്, ഡയറിയ, റാഷസും ഹൈപ്പർ ടെൻഷനും അങ്ങനത്തെ പല ഇതുണ്ട്. പക്ഷെ ഇവരുടെ ബെനിഫിറ്റ്സ് ഇവരുടെ എന്താ പറയാ ADRസിനെക്കാട്ടിലും കൂടുതലായത് കാരണം ഇവരെ ഇപ്പം ഈയിടയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഈ പറഞ്ഞ ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ. ഒന്നുകൂടെ പറയാം, ഫോളിക്കുലർ തൈറോയ്ഡ് കാർസിനോമ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആണ്. ഏജ് എന്ന് പറയുന്നത് 40 to 60 yearsലാണ്. ഫീമെയിൽസിലായിരിക്കും കൂടുതലായിട്ടുള്ളത്. ഇവരുടെ etiology പറയുകയാണെങ്കിൽ ഡിനോവ അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മൾട്ടിനോഡുലർ ഗോയിറ്റർ അങ്ങനെ എന്തെങ്കിലും, റാസ് മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും, PARK8 അല്ലെങ്കിൽ PPAR ഗാമ 1 ജീൻ റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അയഡിൻ ബന്ധപരമായിട്ട് എന്തെങ്കിലും അയഡിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ റേഡിയേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ റെയർ ആണ്. അത് പാപ്പുലറിയുടെ കാര്യത്തിൽ വരുന്നതാണ്. സ്പ്രെഡ് വരുമ്പോഴത്തേക്കിനും ഹെമറ്റോജീനസ് എന്ന് മറക്കരുത്. എന്താണ് ക്യാപ്സുലാർ ഇൻവേഷൻ ആൻഡ് ആൻജിയോ ഇൻവേഷൻ, ഇക്കാര്യം മറക്കേ ചെയ്യരുത്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇത് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത്, ക്യാപ്സ്യൂൾസിനെ ആൻജിയോ ഇൻവേഷൻ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ബോൺസിൽ എന്താ പറയാ, ബോൺസ് കൂടുതലായിട്ടും നമ്മുടെ സ്കൾ ബോൺസ് ആയിരിക്കും എഫക്ട് ആവുന്നത്, ഫ്രോണ്ടൽ ബോൺ ആയിരിക്കും, പിന്നെ ലങ്സ്, പിന്നെ ലിവർ, കിഡ്നി ഒക്കെ റെയർ ആയിരിക്കും. പിന്നെ ബോൺ സെക്കൻഡറീസ്, ഫ്രോണ്ടൽ ബോൺ ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കിനും ഒരു ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഫോം നോഡ്യൂൾ ആയിരിക്കും. അതിന്റെ സൈസ് അനുസരിച്ചിട്ട് ട്രക്കൽ കംപ്രഷനും സ്ട്രൈഡറും ഡിസ്നിയ ഹീമോപ്രൈസിസ് ഒക്കെ തളിക്കും. പിന്നെ ലാരിഞ്ചൽ നെർവ്നൊക്കെ ഇൻവോൾവ്മെന്റ് ആയി കഴിഞ്ഞാൽ ഹോസ്നസ് ഒക്കെ വരാം. ബെറി സൈൻ എന്ന് പറയുന്നത് നമുക്ക് കെരോട്ടിഡ് പൾസേഷൻ, അതിന്റെ കെരോട്ടിഡ് ഷീറ്റിനെ ഇൻഫിൽട്രേറ്റ് ചെയ്തത് കാരണം കെരോട്ടിഡ് പൾസേഷനെ കിട്ടാത്തതാണ് ബെറി സൈൻ. സെക്കൻഡറീസ് ഇത് ബോൺ ഒക്കെ നമുക്ക് പേഷ്യന്റിൽ ചിലപ്പം കാണാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും ഒരിക്കലും ഫസ്റ്റ് ആയിട്ട് തന്നെ FNAC പറയരുത് ഈ ഒരു കാര്യത്തിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫോളിക്കുലർ അഡിനോമയും നിന്നും ഫോളിക്കുലർ കാർസിനോമ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ FNACയിലൂടെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി നമുക്ക് അത് ഒരു പീസ് ഓഫ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഹെമി തൈറോയിഡക്ടമി ചെയ്തിട്ട് നമ്മൾ ഓൺ ടേപ്പിൽ പറഞ്ഞല്ലോ, ആ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അൾട്രാസൗണ്ടും ചെസ്റ്റ് എക്സ്റേയും CT സ്കാനും ഒക്കെ ഒരു ഫോളോ അപ്പിന്റെ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ബോഡി സ്കാൻ ഒക്കെ ഫോളോ അപ്പ്. പിന്നെ ട്രൂ കട്ട് ബയോപ്സി അത് ഭയങ്കര റിസ്ക് കൂടുതലായിട്ട് നമ്മളിപ്പോൾ അധികം ചെയ്യാറില്ല.
ഓക്കെ. പിന്നെ CT സ്കാൻ എടുക്കുമ്പോൾ സ്കൾ ഇങ്ങനെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്യാപ്സ്യൂള് ഇൻടാക്ട് ആയിരിക്കും ഫോളിക്കുലാർ അഡിനോമയില്, പക്ഷെ ഇവിടെ ക്യാപ്സുലാർ ഇൻവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ വാസ്കുലാർ ഇൻവേഷനും ഉണ്ടാവും. ഓക്കെ. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്തേ പറ്റും, വേറെ ഒന്നും ആലോചിക്കില്ല. പിന്നെ ലിംഫ് നോഡ് ഇതിൻ്റെ അകത്ത് അധികം ഇൻവോൾവ്മെന്റ് കാണിക്കില്ല. കാണിച്ചു കഴിഞ്ഞാൽ സെർവൈക്കൽ ലിംഫ് നോഡ്സ് ഏത് കമ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഡിസെക്ഷൻ ചെയ്യാം. ഇതിൽ മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ട് നമ്മൾ ഐഡിൻ 131 നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൊടുക്കും. സോ ആ ഒരു സമയത്ത് തൈറോക്സിൻ സപ്ലിമെന്റേഷൻ നമ്മൾ കൊടുക്കത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കത്തില്ല. മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് പിന്നെ തൈറോക്സിൻ സപ്ലിമെന്റേഷൻ കൊടുക്കും. ഓൺ ടേബിൾ ഫ്രോസൺ സെക്ഷൻ ബയോപ്സി ഒക്കെ നമ്മൾ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ഫർദർ എങ്ങോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിലോ ഹെമി തൈറോയിഡക്ടമി ചെയ്തിട്ട് റിസൾട്ട് പ്രോപ്പർ ആയതിനു ശേഷം നമുക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫോളോ അപ്പിനാണെങ്കിൽ നമ്മൾ 1D3 സ്കാൻ ചെയ്യാം. അപ്പം 6 months 1 year കഴിഞ്ഞ് ചെയ്യാം. പിന്നെ നമ്മൾ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് കിട്ടാനേ പാടില്ല. കാരണം അതിന്റെ ഒരു ചെറിയ പോലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് റിക്കറൻസോ അല്ലെങ്കിൽ മെച്ചോ ഇവിടെ ഉണ്ട് എന്നാണ്. സോ അതിന്റെ എമൗണ്ട് 50 above ഒക്കെ ആണെങ്കിൽ നോർമലി ഒരു പേഴ്സൺ 3 to 4 nanograms. നെക്കില് സ്കാനിങ് ഒക്കെ 6 months 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും ചെയ്യാം, MRI ഒക്കെ ചെയ്യാം. പിന്നെ ഫർദർ സെക്കൻഡറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറാപ്യൂട്ടിക് ഡോസിന് റേഡിയോ ഐസോട്ടോപ്പ് 131 തന്നെ ചെയ്യും, ഓറലി കൊടുക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ തൈറോക്സിൻ നിർത്തിയിരിക്കണം, 6 weeks പ്രയർ ആയിട്ട് നിർത്തിയിരിക്കണം. ആൻഡ് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് TSH റീകോമ്പിനന്റ് ഹ്യൂമൻ TSH കൊടുക്കാവുന്നതാണ്. പിന്നെ മെഡിക്കൽ തെറാപ്പി ഇല്ല, എന്നാലും 2 പേരാണ് പറഞ്ഞു, സൊറാഫിനിബും പിന്നെ ആൽവിനാച്ചും. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ പഠിച്ചോണേ? ഹലോ ഹലോ. ഓക്കെ, ശരിയല്ലേ? ഹലോ ഹലോ. ഓക്കെ, മെറ്റ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? സ്കള്ളിലും ലങ്ങിലും, ബോൺസിലും.